ബെല്ലോടുകൂടി നെയ്യാറ്റിൻകര ഗോപനും കുടുംബവും അവതരിപ്പിക്കുന്ന പുതിയ നാടകം. ചുമട്ട് തൊഴിലാളിയായ മണിയൻ ഗോപൻ സ്വാമിയായി മാറിയ ആരുടെയും കരളലിയിപ്പിക്കും കഥ. നെയ്യാറ്റിൻകര ഗോപൻ ആറാടുകയാണ്. ആറാലുമൂടങ്ങാടിയിൽ പണ്ട് ചുമട്ട് തൊഴിലാളിയായിരുന്നു മണിയൻ എന്ന ഗോപൻ. പണിയെടുത്ത് എല്ലിന്റെ ഇടയ്ക്ക് കയറിയപ്പോ ദാണ്ടടാ പുതിയൊരു ഉടായിപ്പ് ഐഡിയ. നോമിനി ഗോപൻ സന്യാസി, കൂടെ കട്ട സപ്പോർട്ടുമായി ഫാമിലി. ആഹാ അന്തസ്. കുടുംബവും കുട്ടികളും ഒക്കെ ആയി ഇങ്ങനെ വേണം. ഹാപ്പി ഫാമിലി. ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ 2 പൂജയും വഴിപാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്നാണ് ആ ഉൾവിളി, മകനെ നിന്റെ ഇഹലോകവാസത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് മടങ്ങി വരൂ. അങ്ങനെ ഗോപൻ സ്വാമി കുളിച്ച് കുട്ടപ്പനായി കുറച്ച് ഷുഗറിന്റെയും പ്രഷറിന്റെയും മരുന്നൊക്കെ കഴിച്ച് നേരെ സമാധിയായി. സബാഷ് മക്കളെ, നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ, ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ്. എന്നിട്ട് എന്താ അയാൾ മരിച്ചുപോയി? തീർന്നില്ല. ഇനിയാ കഥ. അച്ഛൻ സമാധിയായതോടെ ഭാര്യയും മക്കളും കൂടി ഗോപൻ സ്വാമിയെ കോൺക്രീറ്റ് സ്ലാബിട്ട് മൂടി കല്ലറയും പണിതു. ബ്രില്യൻ മൂവ്. ഞാൻ അതിന് ടക്കനെന്ന് കുഴിച്ചിട്ടു. സംഭവം എല്ലാം തീരുന്നവരെ ഇക്കാര്യം ഒരൊറ്റ കുഞ്ഞിനെ പോലും അറിയിച്ചില്ല. വൈ എന്തിന് ഡോക്ടറെ പോലും വിളിച്ചില്ല. ഹായ് അശുദ്ധാകും അത്രേ. ഞാൻ സമാധിയാകുന്ന ജീവ സമാധിയാകുന്ന സമയം ആരും കാണാൻ പാടില്ല. ചക്രങ്ങൾ ഉണർത്തി കുണ്ടലിനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ്. ചൈതന്യമേറുന്ന സമയമാണ്. കുറെ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി. ഇനിയാണ് ടിസ്റ്റ്. എല്ലാം കഴിഞ്ഞ് ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്റർ അടിച്ചിറക്കി. നല്ല അന്തസ്സുള്ള പേര്. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. ഏത്മാർത്ഥത തന്നെടേ. നല്ല കീടലും തിരക്കഥ. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? തിരിച്ചും മറിച്ചും അവർ ചോദിക്കും. ആര് ചോദിച്ചാലും പാറപ്പള്ളി ദാനം കൂടാൻ പോയി എന്നല്ലാതെ സോറി മാർപ്പി അച്ഛ സമാധിയായെന്നല്ലാതെ ഒന്നും പറഞ്ഞേക്കല്ലേ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂര, അനാഗതം, വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലിനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ്. കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് നല്ല അലർച്ചയും കൈന്നിട്ട് പെർഫെക്റ്റ് പ്ലാൻ. ആർക്കും സംശയമൊന്നുമില്ല. എന്റെ ഡാഡി ഇത് അറിഞ്ഞുണ്ടല്ലോ. ഹീറോയിസം തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്യാസ ജീവിതത്തിലേക്കാണ് സന്യാസ ജീവിതമാണ് അച്ഛൻ്റെത്. മരുത്വമല വരെ അമ്പലമുള്ള സന്യാസിയ. മരുത്വമലയിൽ വരെ അച്ഛൻ ആശ്രമമുണ്ട്. ആ ആശ്രമം അച്ഛൻ അയ്യാ വൈകുണ്ഠ സ്വാമിക്ക് അത് കൊടുത്തിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രം പണിയുന്നത്. പോലീസല്ല പട്ടാളം വന്നാലും എന്റെ ശവത്തി ചവിട്ടിയല്ലാതെ അച്ഛനെ തൊടാൻ സാധിക്കില്ല. ഇതൊന്നും ഏറ്റില്ലെങ്കിൽ അവസാനത്തെ ഒരടവും കൂടുണ്ട്. സംഘമിത്രങ്ങളെ ഇറങ്ങും. അപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിക്കും. അപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിട്ട് അപ്പോൾ അവരുടെ തീരുമാനങ്ങളും കൂടെ നമുക്ക് ഉറപ്പിക്കും. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. പക്ഷേ ഏറിലാകുമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അഭിനയം വാരി മെഴുകിയിട്ടു ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ സഹോ. കല്ലറ പൊളിക്കാൻ തന്നെ ആ വിധി. അങ്ങനെ ഇപ്പൊ സമാധാനത്തോടുന്ന് സമാധിയാവണ്ട കേട്ടോ. അല്ല പിന്നെ